മഴ തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. കുളത്തുപുഴയിലേക്ക് ഷെറിനെയും ചിന്നുമോളെയും കൂട്ടിക്കൊണ്ടെത്തിയ മാമച്ചനും ഗ്രേസമ്മയും കൂടി ഷെറിനെ വീണ്ടും ഒരു വിവാഹം കഴിപ്പിക്കുന്നതിനെ പറ്റി സംസാരിച്ചു. സംഗതി നല്ല കാര്യമാണെങ്കിലും അതത്ര ഈസി ആയിരിക്കില്ല എന്നുള്ളതായിരുന്നു ഔതക്കുട്ടിച്ചായന്റെ അഭിപ്രായം. കാരണം ഇനിയിപ്പോൾ ഷെറിന് ചേരുന്നൊരു പയ്യനെ കണ്ടുപിടിക്കുക, അവരോട് കാര്യങ്ങളൊക്കെ പറയുക, അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നീട് അവരുടെ തീരുമാനം എന്തായിരിക്കും, അങ്ങനെയുള്ള പല വിഷയങ്ങളും ഒരു വലിയ ബാലികേറാമല പോലെ മുൻപിൽ നിൽക്കുകയാണ്. ഇത് ഔതക്കുട്ടിച്ചാൻ പറയുമ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, നമ്മൾക്ക് അന്വേഷിക്കാം, അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും, നമ്മളൊക്കെ അവരുടെ കൂടെ ഇല്ലേ. മാത്രവുമല്ല നമ്മളൊക്കെ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരാണ്, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് മനസ്സിലാവും. ഷെറിൻ കണ്ടമാനം ജീവിച്ചവളാണെന്നോ പിഴച്ചു നടന്നവളാണെന്നോ ആർക്കും തോന്നാത്തതുപോലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, അങ്ങനെ ഒരു കല്യാണം നടക്കണമെങ്കിൽ നിലവിലുള്ള ബന്ധം അത് നിയമപരമായി വേർപെടുത്തണം. അതെ, അത് വേണ്ടിവരും. അപ്പോൾ ഔതക്കുട്ടിച്ചാൻ, അവളുടെ കെട്ടിയവൻ നിയമപരമായി ബന്ധം വേർപെടുത്തുവാൻ തയ്യാറായില്ലെങ്കിലോ? അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? അവൻ ഉപേക്ഷിച്ചതല്ലേ, എന്തായാലും അവൻ അവളെ വേണ്ട, അപ്പോൾ പിന്നെ ബന്ധം പിരിയുന്നതല്ലേ അവന് നല്ലത്. അവനും ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഡിവോഴ്സ് വേണ്ടി വരില്ലേ? ഗ്രേസമ്മയുടെ ആ ചോദ്യത്തിന് മറുപടിയായി മാമച്ചൻ വീണ്ടും പറയുകയാണ്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടോണിയുടെ വീട്ടിൽ പോയി വീട്ടുകാരുമായി ഈ കാര്യം സംസാരിക്കുക എന്നുള്ളതാണ്. വേണ്ടതുപോലെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ടോണി ഇപ്പോൾ വീട്ടിലുണ്ടോയെന്ന് നമുക്കറിയില്ല, കുവൈറ്റിലല്ലേ അവന് ജോലി. അവൻ്റെ വീട്ടുകാർ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ടോണിയോട് പറയിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഒട്ടും വെച്ച് താമസിപ്പിക്കണ്ട, ഇപ്പോഴെല്ലാവരും ഉണ്ടല്ലോ, ഒരു തീരുമാനം എടുക്കാം. ഇത് അലീന പറയുകയാണ്. ഒടുവിൽ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം മൂവാറ്റുപുഴയിൽ പോയി ടോണിയുടെ വീട്ടുകാരെ കാണാമെന്നുള്ള തീരുമാനമായി. ഔതക്കുട്ടിച്ചായനും മാമച്ചനും ഗ്രേസമ്മയും അലീനയും കൂടി പോകാമെന്ന് നിശ്ചയിച്ചു. തുടർന്ന് കാണുന്നത് മൂവാറ്റുപുഴയിലെ ടോണിയുടെ വീടിന്റെ വാതിക്കൽ ഔതക്കുട്ടിച്ചായനും അലീനയും ഗ്രേസമ്മയും മാമച്ചനും കൂടി ഷെറിന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടി ചെന്നിരിക്കുന്ന രംഗങ്ങളാണ്. കാറിൽ നിന്നും ഔതക്കുട്ടിച്ചായൻ ഇറങ്ങുന്നതുവരെ ആരാണ് വന്നിരിക്കുന്നതെന്ന് ദീനാമയ്ക്ക് പലവിധ സംശയങ്ങളുണ്ടായിരുന്നു. അലീനയെയും മാമച്ചനെയും ഗ്രേസമ്മയെയും മുമ്പ് ഒരു തവണ കണ്ടിട്ടുണ്ടെങ്കിലും അത്ര ഓർമ്മ തെളിഞ്ഞിരുന്നില്ല. എന്നാൽ ഔതക്കുട്ടിച്ചായനെ കണ്ടതോടെ ദീനാമ്മയുടെ മുഖത്ത് കാർമേഘത്തിന്റെ നിഴൽ വീണു. ജനാലയിലൂടെ നോക്കിക്കൊണ്ടിരുന്ന ദീനാമ്മയുടെ പിറകിൽ നിന്ന നിവ്യ ആശ്ചര്യത്തോടെ പറയുകയാണ്, ആഹാ, അത് ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാരാണല്ലോ. തുടർന്ന് ഡോർബെല്ല് കേട്ട് വാതിൽ തുറന്നതും നിവ്യയായിരുന്നു. സാമാന്യ മര്യാദയുടെ പേരിൽ ദീനാമ്മ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ മാമച്ചൻ പറയുകയാണ്, ഞങ്ങളിവിടെ മുമ്പ് വന്നിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അതൊരു പരുഷ സ്വരത്തിലായിരുന്നു മറുപടി. ടോണി ഇല്ലേ ഇവിടെ? ഇല്ല, കുവൈറ്റിലായിരിക്കും അല്ലേ? ദീനാമ്മ മറുപടി പറയാതെ അകത്തേക്ക് പോയി. നിവ്യയും പിൻവലിഞ്ഞു. അത് കണ്ടുകൊണ്ട് ഗ്രേസമ്മ ശബ്ദം അടക്കി പിടിച്ചുകൊണ്ട് പറയുകയാണ്, അവരെന്താ ഇങ്ങനെ? മുൻപ് നമ്മൾ വന്നപ്പം നല്ല പെരുമാറ്റമായിരുന്നല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ നിവ്യ ഒരു ട്രേയിൽ 4 ഗ്ലാസ് കൂൾ ഡ്രിങ്ക്സും കൊണ്ടുവന്ന് ടീപ്പോയിൽ വെച്ചു. അപ്പോൾ അലീന നിവ്യയോട് പറയുകയാണ്, അമ്മ എവിടെ? ഒന്ന് വിളിച്ചേ. നിവ്യ പോയി വീണ്ടും ദീനാമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ മാമച്ചൻ സംസാരിച്ചു തുടങ്ങുകയാണ്, അതെ, ഞങ്ങൾ വന്നത് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. ഏതായാലും ടോണിയും ഷെറിനും തമ്മിലുള്ള ബന്ധം അലസി പിരിഞ്ഞു. ടോണി ഷെറിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. രണ്ടുപേരും ചെറുപ്പമാണ്. ഇനി ടോണിക്കൊരു കല്യാണം കഴിക്കണമെങ്കിലും ഷെറിനൊരു കല്യാണം കഴിക്കണമെങ്കിലും നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്. ഉടനെ ദീനാമ ചോദിക്കുകയാണ്, അത് മനസ്സിലായില്ല. അത് പിന്നെ നിലവിലുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്താതെ വേറൊരു കല്യാണം കഴിക്കാൻ പാടില്ലെന്നാണ് നിയമം. കുടുംബ കോടതി മുഖേന വിവാഹബന്ധം വേർപെടുത്തി കിട്ടുവാൻ ഏറ്റവും എളുപ്പമാർഗം ഒരു ജോയിന്റ് ഡിവോഴ്സ് സൂട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടുപേരും പരസ്പരം സമ്മതത്തോടെ പിരിയാൻ ആഗ്രഹിച്ചതായി കോടതിയെ ബോധ്യപ്പെടുത്തുക. പെട്ടെന്ന് ദീനാമയ്ക്ക് കോപം അങ്ങിരച്ചു കയറി. അവർ ചോദിക്കുകയാണ്, ടോണിക്ക് ബന്ധം വേർപെടുത്തുവാനും വേറെ കല്യാണം കഴിക്കാനും മനസ്സില്ലെങ്കിലോ? പെട്ടെന്ന് ഔതക്കുട്ടിച്ചാൻ പറയുകയാണ്, അങ്ങനെ ഒരു വാശിയുടെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ നല്ലതുപോലെ സ്ത്രീധനം തന്നിട്ടാ റാണിമോളെ ടോണിയെ കൊണ്ട് കെട്ടിച്ചത്. 101 പവനും 10 ലക്ഷം രൂപയും. അത് ഞങ്ങൾ തിരികെ ചോദിക്കുന്നില്ല. തിരിച്ചു തരാനുള്ള മനസാക്ഷി ഉണ്ടെങ്കിൽ മാത്രം തിരിച്ചു തരിക. അത് കേട്ടപ്പോഴേക്കും പുച്ഛത്തോടെ ദീനാമ്മ പറയുകയാണ്, 101 പവനും 10 ലക്ഷം രൂപയും. നാണമില്ലല്ലോ നിങ്ങൾക്കിത് പറയാൻ? പിഴച്ചു പ്രസവിച്ചൊരു പെണ്ണിനെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെച്ചതിൻ്റെ കൂലി. അവനൊരു പാവമായതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ചുമന്നോളൂ എന്ന് കരുതി അല്ലേ? എന്നിട്ട് മനസാക്ഷിയില്ലെന്ന്. ആർക്കാ ഔതക്കുട്ടിച്ചായ മനസാക്ഷിയില്ലാതെ പോയത്? സ്വന്തം മകളൊന്ന് പെറ്റതാണെന്നുള്ള സത്യം മറച്ചുവെച്ച് ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ ഒളിപ്പിച്ച ശേഷം എൻ്റെ മോനോട് ഇതുപോലൊരു ചതി ചെയ്ത നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും മനസാക്ഷിയുണ്ടോ? എരിയുന്ന കണ്ണുകളോടുകൂടി ദീനാമ്മ ഔതക്കുട്ടിച്ചാൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും സംസാരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ ബന്ധം പിരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. മോക്ക് വേറെ വല്ലവനെയൊക്കെ ഒത്തുകിട്ടി കാണും അല്ലേ? ഔതക്കുട്ടിച്ചായന് മറുപടി പറയുവാൻ വാക്കുകളില്ലായിരുന്നു. മുഖത്തേക്ക് ആരോ ചെളിവെള്ളം തെറിപ്പിച്ചതുപോലെ ഒരമ്പരപ്പ് നാണക്കേടും. ഉടനെ മാമച്ചൻ പറയുകയാണ്, നിങ്ങൾ എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട. ഷെറിന് വേറെ കല്യാണം ഒന്നും ആയിട്ടില്ല എന്ന് വെച്ച് ഇനി എന്തെങ്കിലും ആയിക്കൂടൊന്നുമില്ല. നിയമപരമായിട്ട് ബന്ധം വേർപെടുത്തുന്നതാണ് രണ്ടു കൂട്ടർക്കും നല്ലത്. അത് പറയാൻ വേണ്ടിയാ.
അവിടെ പ്രാന്തൊക്കെ മാറിയോ? കൊച്ചിനെ ആരാണ്ട് കൊന്നുകളഞ്ഞെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ബാധയിളക്കം. എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ച അവൾക്ക് ഈ ലോകത്തും പരലോകത്തും ഗതി കിട്ടുമോ? ഉടനെ ഗ്രേസമ്മ, അയ്യോ ഇങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങളും മക്കളെ പ്രസവിച്ച സ്ത്രീയല്ലേ, അമ്മയല്ലേ. ഷെറിൻ എന്തുമാത്രം സഹിച്ചെന്ന് അവൾക്ക് മാത്രമേ അറിയൂ. അവളുടെ കുഞ്ഞിനെ അവൾക്ക് തിരിച്ചു കിട്ടി. അവളുടെ മനസ്സിപ്പോൾ ശാന്തമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളുടെ മോനുമായി ഷെറിന്റെ കല്യാണം തീരുമാനിച്ചതാണെന്നും അവനൊരു ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു പോയതുകൊണ്ടാണ് കല്യാണം നടക്കാതെ പോയതെന്നും. അവൾ പ്രസവിച്ച കുട്ടി ഞങ്ങളുടെ മകൻ്റേതാണ്. വല്ലപ്പോഴുമെങ്കിലും ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വിധിയാണ്. എന്റെ മോനെ ചതിച്ചതിന് ന്യായം പറയുകയാണോ നിങ്ങൾ? യാതൊരു ഉളുപ്പുമില്ലാതെ വഞ്ചനയും ചതിയും നടത്തിയിട്ട് വിധിയാണത്രേ. അതിന് മാമച്ചൻ പറയുകയാണ്, ചെയ്തത് നന്നായി എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. സംഭവിച്ചു പോയി, തിരുത്താനും നിവർത്തിയില്ല. ടോണിയും വിഷമിക്കേണ്ട കാര്യമില്ല, ചെറുപ്പമാണ്. ജോലിയും ശമ്പളവും വീടും വീട്ടുകാരും എല്ലാം ഉണ്ട്. ഇനിയാണെങ്കിലും നല്ലൊരു ബന്ധം കിട്ടും, നല്ലൊരു ജീവിതം അവൻ ഇനിയും തുടങ്ങാം. അവനൊരാണല്ലേ. അവനിനി എവിടുന്നാ ജീവിതം? കുടിച്ചു കുടിച്ച് അവന്റെ ചങ്കും കരളും ഒക്കെ പോയില്ലേ. അവന് വേണ്ടി ഞങ്ങൾ എത്ര കല്യാണം ആലോചിച്ചതാ. പെണ്ണിന്റെ വീട്ടുകാർ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും അവനൊരു മുഴുക്കുടിയനാണെന്ന്. കുവൈറ്റിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നതാ, ഒടുക്കത്തെ കുടി കാരണം അതും പോയി. ദീനാമ്മ തേങ്ങി കരയുവാൻ തുടങ്ങി. അപ്പോൾ മാമച്ചൻ വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോൾ ടോണി കുവൈറ്റിലില്ലേ? ഇപ്പൊ അവൻ കോലഞ്ചേരി ആശുപത്രിയിലുണ്ട്. ഇനിയും കുടിച്ചാൽ ജീവിച്ചിരിക്കുന്ന കാര്യം സംശയമാണെന്ന് പറഞ്ഞാ കഴിഞ്ഞ തവണയും ആശുപത്രിയിൽ നിന്ന് വിട്ടത്. പിന്നെയും കുടിച്ചു, ചോരയും ഛർദ്ദിച്ചു. ഇപ്പൊ 4 ദിവസമായി ഗ്ലൂക്കോസ് ഇട്ട് കിടത്തിയിരിക്കുക ICUവില്. എനിക്കറിയാം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ ഇനി അവൻ കുടിക്കും. ദീനാമ്മ വീണ്ടും മൂക്കു പിഴിഞ്ഞുകൊണ്ട് കരയുകയാണ്. നിങ്ങളുടെ മോൾക്ക് ഇനിയും വേറൊരു ബന്ധവും ജീവിതവും ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ എന്റെ മോനെ കൊല്ലാക്കൊല ചെയ്തതിന്റെ പാപഭാരം ഈ ജന്മത്തവളുടെ തലേന്ന് പോവോ? ഒരിക്കലുമില്ല. സാരി തലപ്പെടുത്ത് കണ്ണു തുടച്ചുകൊണ്ട് ദീനാമ്മ അവരുടെ മുൻപിൽ നിന്ന് പെട്ടെന്ന് നടന്നകന്നു. ഇനിയൊന്നും പറയാനില്ലാതെ വാക്കുകൾ നഷ്ടപ്പെട്ട് മാമച്ചനും ഗ്രേസമ്മയും ഔതക്കുട്ടിച്ചായനും അലീനയും നിസ്തേജസ്സരായിരുന്നു. തുടർന്ന് കാണുന്നത് കോലഞ്ചേരി ആശുപത്രിയാണ്. നേഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിൽ ചോദിച്ചിട്ടാണ് മാമച്ചന് ടോണിയുടെ റൂം നമ്പർ കിട്ടിയത്. ICUവിൽ നിന്ന് ടോണിയെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് നേഴ്സാണ് പറഞ്ഞത്. ഔതക്കുട്ടിച്ചായൻ ടോണിയുടെ റൂമിലേക്ക് ചെല്ലുവാൻ വിമുഖത പ്രകടിപ്പിച്ചു. അയാൾ പറയുകയാണ്, അവൻ എന്നെ കാണുന്നത് ചെകുത്താൻ കുരിശ് കാണുന്നത് പോലെയായിരിക്കും. മൂവാറ്റുപുഴ വെച്ച് അവന്റെ അമ്മ എന്നെ തല്ലിയില്ലെന്നല്ലേ ഉള്ളൂ. ഞാനാണല്ലോ അവരുടെ എല്ലാം മുമ്പിൽ കുറ്റക്കാരൻ. ഔതക്കുട്ടിച്ചായൻ വരണമെന്നില്ല, ഞങ്ങൾ റൂമിൽ കയറി കണ്ടിട്ട് വരാം. ഇത് പറഞ്ഞ് മാമച്ചൻ അദ്ദേഹത്തെ അവിടെ നിർത്തിയിട്ട് മുൻപോട്ട് പോവുകയാണ്. ഔതക്കുട്ടിച്ചായൻ ആശുപത്രിയുടെ ഇടനാഴിയിൽ കിടന്ന ഒരു നിര കസേരകളിലൊന്നിലിരുന്നു. ടോണിയുടെ റൂമിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അലീന ആ വാതിലിൽ മെല്ലെ മുട്ടി. 20ഓ 22ഓ വയസ്സു മാത്രം പ്രായമുള്ള ഒരു യുവാവാണ് വാതിൽ തുറന്നത്. അലീനയും മാമച്ചനെയും ഗ്രേസമ്മയും അവൻ ചോദ്യഭാവത്തിൽ നോക്കി. അവർക്ക് റൂം മാറിപ്പോയതായിരിക്കും എന്നാണ് അവൻ ആദ്യം വിചാരിച്ചത്. അവൻ ചോദിക്കുകയാണ്, ആരെ കാണാനാ? ഇത് ടോണിയുടെ റൂമല്ലേ? അവൻ വിസ്മയഭാവത്തിൽ അവരോട് അതേയെന്ന് പറഞ്ഞു. അകത്തേക്ക് വരാമല്ലോ അല്ലേ? മാമച്ചനും ഗ്രേസമ്മയും അലീനയും റൂമിലേക്ക് കയറുമ്പോൾ അവൻ ഒതുങ്ങിക്കൊടുത്തു. ടോണി കട്ടിലിന്റെ ക്രാസിയിൽ തലയണ വെച്ച് ചാരി കിടക്കുന്നുണ്ടായിരുന്നു. മാമച്ചൻ കിടക്കരികിലേക്ക് ചെന്നു. അലീനയും ഗ്രേസമ്മയും മാമച്ചന്റെ പിന്നിലായി നിന്നു. കഴിഞ്ഞ കൊല്ലം കണ്ടപ്പോഴത്തേതിനേക്കാൾ ടോണി ക്ഷീണിതനും ദുർബലനുമാണെന്ന് അലീനയ്ക്ക് തോന്നി. പക്ഷെ കവിളൊക്കെ നീരു വന്നതുപോലെ ചീർത്തിരിക്കുന്നു. മാമച്ചൻ വലിയൊരു പ്രതീക്ഷയോടെ ടോണിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങളെ ഓർമ്മയുണ്ടാവൂന്നറിയില്ല. ഒരിക്കൽ ഞങ്ങൾ ടോണിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഓ, നിങ്ങളാണോ ഇന്ന് എന്നെ തിരക്കി വീട്ടിൽ ചെന്നത്? മമ്മി ഫോൺ വിളിച്ചു പറഞ്ഞിരുന്നു. ഷെറിന്റെ റിലേറ്റീവ്സ് അല്ലേ? ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ വിവരം അറിഞ്ഞു അല്ലേ? ഇതാണ് ഈ മൊബൈൽ ഫോണിന്റെ ഒരു ഗുണവും ദോഷവും എന്ന് പറയുന്നത്. ടോണിക്ക് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ല. ടോണിയുടെ അമ്മയിൽ കണ്ടതുപോലെ പ്രത്യേകിച്ചൊരു വിരോധമോ വെറുപ്പോ അമർഷമോ ഒന്നും ടോണിയുടെ മുഖത്ത് കാണാനായില്ല. ടോണി പറയുകയാണ്, ഇവിടെ ഇരിക്കാൻ സൗകര്യങ്ങൾ കുറവാ, വേണമെങ്കിൽ മറ്റേ ബെഡിലോട്ടിരിക്കാം, ബൈസ്റ്റാൻഡർക്കുള്ളതാണ്. ഇതെന്റെ കസിനാ കേട്ടോ. ടോണി മുറിയിലുണ്ടായിരുന്ന യുവാവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, പപ്പയുടെ അനിയന്റെ മോന. മാമച്ചൻ ചോദിക്കുകയാണ്, ഇപ്പോ എങ്ങനെയുണ്ട്, സുഖമായോ? 3-4 ദിവസത്തിനുള്ളിൽ പൊക്കോളാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്ന് വേണമെങ്കിൽ പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഹോസ്പിറ്റലുകാർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? 5-6 ദിവസം കിടത്തിയാലല്ലേ ഈ കെട്ടിടം വെച്ചതിൻ്റെയൊക്കെ പൈസ മുതലാക്കാൻ പറ്റൂ. ഷെറിന്റെ ആരാണെന്നാ പറഞ്ഞേ? അന്ന് പറഞ്ഞതെല്ലാം ഞാനങ്ങ് മറന്നു കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ എടുത്തു പറയാൻ പറ്റുന്നൊരു ബന്ധം ഇതുവരെ ഞങ്ങൾ തമ്മിലില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ദാറ്റ്സ് നോട്ട് മൈ ബിസിനസ്. ഷെറിനിപ്പോൾ ഡിവോഴ്സ് കിട്ടണം അല്ലേ? മമ്മി ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. മാമച്ചന് ഒരു നാണക്കേട് തോന്നി. ടോണി അപ്പോൾ ഒരു നിർവികാരതയോടുകൂടി പറയുകയാണ്, എന്നെ വഞ്ചിച്ചവളാ. 1.5 വർഷം കൊണ്ട് എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയവളാ. ഓർക്കുമ്പോൾ എനിക്ക് കലി കയറുമായിരുന്നു. എന്തൊരു ചതിയാ അവൾ എന്നോട് കാണിച്ചത്. പക്ഷെ ഇപ്പോഴെനിക്ക് വൈരാഗ്യമൊന്നുമില്ല കേട്ടോ. അവളോടുമില്ല, അവളുടെ വീട്ടുകാരോടുമില്ല. എല്ലാം ഞാൻ ബ്രാൻഡിയിലും വിസ്കിയിലും കൊണ്ടുവന്നിട്ട് ഉരുക്കിക്കളഞ്ഞു. അതിൻ്റെ കാരണം പിന്നാലോചിച്ചപ്പോൾ എനിക്കും തോന്നി അവളുടെ തെറ്റായിരിക്കണമെന്നില്ല. വീട്ടുകാരെല്ലാവരും കൂടി ഭീഷണിപ്പെടുത്തിയായിരിക്കും കല്യാണത്തിന് സമ്മതിപ്പിച്ചത്.
വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റുമോ? പിഴച്ചുപറ്റ മോളെ ആരുടെയെങ്കിലും തലയിൽ പിടിച്ചു വെക്കണ്ടേ? എന്നാലല്ലേ അവർക്ക് സമാധാനം കിട്ടുകയുള്ളൂ. എന്റെ വിധി ഇതായി പോയി എന്ന് ഞാനിപ്പോൾ സമാധാനിക്കുകയാണ്. തുടർന്ന് മാമച്ചൻ മുറിയിലുണ്ടായിരുന്ന ഒരേ ഒരു കസേര ടോണിയുടെ നേർക്ക് അടുപ്പിച്ചിട്ടു അതിലിരുന്നു. എന്നിട്ട് പറയുകയാണ്, ടോണി, നിന്നെ ആരും മനഃപൂർവ്വം ചതിച്ചതൊന്നുമല്ല. ഷെറിനുമായിട്ട് ഞങ്ങൾക്ക് എന്താ ബന്ധമെന്ന് നീ ചോദിച്ചില്ലേ? എന്റെ മകനുമായി ഷെറിന്റെ കല്യാണം വരെ ഉറപ്പിച്ചിരുന്നതാ 6-7 വർഷം മുമ്പ്. അവർ തമ്മിൽ ഇത്തിരി കൂടുതൽ അടുത്തുപോയി. അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ എന്റെ മകൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയി. ഷെറിന് ആരെയും അറിയിക്കാതെ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. മരിച്ചുപോയ ആളിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ആളുടെ ജീവൻ നശിപ്പിച്ചു കളയാനുള്ള വിഷമം കൊണ്ടായിരിക്കും. വീട്ടുകാരാദ്യമൊന്നും ഇത് അറിയുന്നില്ല. അറിഞ്ഞപ്പോഴേക്കും വളരെ വൈകിപ്പോയി. ഒടുവിൽ മാനക്കേടിൽ നിന്ന് ഒഴിവാക്കുവാൻ രഹസ്യപ്രസവം. വിവാഹം കഴിക്കാത്ത പെണ്ണിന് ഒരു കുഞ്ഞിനെ വളർത്താനുള്ള അവകാശമുണ്ടോ? കുഞ്ഞിനെ ഓർഫനേജിലാക്കി. ടോണി പറയുന്നത് പോലെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെയാണ് അവളെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. അതിനുശേഷം അവർ കുഞ്ഞിനെ മാറ്റിക്കളഞ്ഞു. കുഞ്ഞിനെ കാണാതായതോടുകൂടി അവളുടെ മനസ്സിന്റെ സമനില തെറ്റുകയും ചെയ്തു. ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. എന്നുവെച്ച് ടോണി ഇതെല്ലാം മനസ്സിലാക്കി സഹിക്കേണ്ടവനാണെന്നല്ല അർത്ഥം. ടോണിയോട് ചെയ്തത് അനീതിയാണ്, ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ്. മാമച്ചന്റെ സംസാരം കേട്ട് ടോണി ചുവരിന് നേർക്ക് കണ്ണു നട്ട് നിശബ്ദനായി അല്പനേരം കിടന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അവൾക്ക് അവളുടെ കുഞ്ഞിനെ എന്നിട്ട് കണ്ടു കിട്ടിയോ? കിട്ടി. ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചു. ഞാനും അലീനയും അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളോടൊപ്പം വന്ന രേവതിക്കുട്ടിയുമൊക്കെ ആ അന്വേഷണത്തിൽ പങ്കെടുത്തവരാണ്. തിരുവനന്തപുരത്ത് പോങ്ങുമൂട്ടിലെ ഒരു ഓർഫനേജിലായിരുന്നു ആദ്യം കുട്ടി. പിന്നീട് അവളെ അവിടെ നിന്ന് കൽക്കട്ടയിലേക്ക് മാറ്റി. അപ്പോഴാണ് ഷെറിന് മാനസിക വിഭ്രാന്തി ഉണ്ടായത്. കുട്ടിയെ കൽക്കട്ടയ്ക്ക് അയച്ച വിവരം അവളിൽ നിന്നും എല്ലാവരും മറച്ചുവെച്ചു. പിന്നീട് കുട്ടിയെ കഴക്കൂട്ടത്തെ ഓർഫനേജിൽ കൊണ്ടുവന്നു. അവിടുന്ന് കൊല്ലത്തെ ഒരു അനാഥാലയത്തിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് ഞങ്ങൾ അവളെ തിരിച്ചറിയുന്നത്. ഞങ്ങളുടെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ആകെ 2 മക്കളെ എനിക്കുള്ളൂ. മകള് കന്യാസ്ത്രീയാകാൻ പോയി. മകൻ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മകന്റെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലുണ്ട് എന്നറിയുന്നത്. ഞങ്ങളുടെ കയ്യിലിരുന്ന് കരിന്തിരി കത്തിക്കൊണ്ടിരുന്ന വിളക്ക് അണയാതെ അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു കൊച്ചു മാലാഖ വന്നതുപോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. മാമച്ചനത് പറയുമ്പോൾ ടോണി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി മന്ദമായി തലയാട്ടി. മാമച്ചന്റെ ഭാഗം ശരിയാണ് എന്ന് അംഗീകരിക്കുന്നത് പോലെയുള്ളൊരു തലയാട്ടൽ. വീണ്ടും ടോണി ചോദിക്കുകയാണ്, കൊച്ചിനെ കിട്ടിയപ്പോൾ അവളുടെ മനോവിഷമം എല്ലാം മാറിയോ? എല്ലാം മാറി. അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അവൾക്കിപ്പോൾ വേറെ കല്യാണാലോചന വല്ലതും ഉണ്ടോ? ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഏയ്, ഒന്നുമില്ല. ഉടനെ കല്യാണം നടത്താൻ വേണ്ടി അല്ല. ഒന്നിച്ച് ജീവിക്കുന്നില്ല എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് പിരിയുന്നതല്ലേ നല്ലത്. ഉടനെ ഒരാത്മനിന്ന കലർന്ന ചിരിയോടുകൂടി ടോണി പറയുകയാണ്, ഉടനെ ഒരു കല്യാണം നടത്തിയാലും എനിക്ക് വിരോധമൊന്നുമില്ല. ടോണിക്കും ഇനിയൊരു പുതിയ വിവാഹ ജീവിതം തുടങ്ങാവുന്നതേ ഉള്ളൂ. ടോണിക്ക് വാസ്തവത്തിൽ ഒരു കുറവുമില്ല. ചെറുപ്പമല്ലേ? ആദ്യത്തെ വിവാഹബന്ധം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. കഴിഞ്ഞതെല്ലാം വിട്ടുകളഞ്ഞ് ടോണി പുതുതായി എല്ലാം തുടങ്ങണം. അങ്ങനെ എത്രയോ പേര് ഈ ലോകത്ത് സന്തോഷമായി ജീവിക്കുന്നുണ്ട്. ഉണ്ടായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കപ്പൽ മുങ്ങുമ്പം കുറച്ചുപേർ എന്തായാലും രക്ഷപ്പെടും, കുറച്ചുപേർ മുങ്ങിച്ചാകും. എനിക്ക് മുങ്ങിച്ചാകാനാണ് വിധി. ടോണി അങ്ങനെ പറയരുത്. ടോണി മനസ്സ് വെച്ചാൽ ഇനി എന്തോന്ന് മനസ്സ് വെക്കാൻ? അങ്കിൾ വിഷമിക്കണ്ട. പറ്റിയ ആളെ കിട്ടിയാൽ ഷെറിന്റെ കല്യാണം നടത്തിക്കൂ. ഞാൻ അതിലൊന്നും തടസ്സം നിൽക്കില്ല. ഡിവോഴ്സിനൊക്കെ പോയാൽ ചടങ്ങാണ്. കേസ്, വക്കീല്, കുടുംബ കോടതി, അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലെങ്കിലേ. അതിനു മുമ്പേ ഞാൻ അങ്ങ് പോകും. പാസ്പോർട്ടും വിസയും ഒക്കെ എപ്പോഴേ കിട്ടിക്കഴിഞ്ഞു എനിക്ക്. പെട്ടെന്ന് ഗ്രേസമ്മ ചോദിക്കുകയാണ്, എങ്ങോട്ടാ പോന്നേ? കുവൈറ്റിലേക്കാണോ? ടോണി അത് കേട്ടുകൊണ്ട് അങ്ങ് പൊട്ടിച്ചിരിച്ചു. അങ്ങോട്ടൊന്നും അല്ല ആൻറ്റി, പരലോകത്തേക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞേ. ഡോക്ടറും ക്ലീൻ സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞു. ഇനി മദ്യം തൊട്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സന്തോഷമായി. കഴിഞ്ഞ തവണയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല. അത് കേട്ടുകൊണ്ടൊരു വല്ലായ്മയോടെ മാമച്ചൻ വിളിക്കുകയാണ്, ടോണി, അങ്കിളെ ഉപദേശിക്കല്ലേ, ദയവ് ചെയ്ത് ഉപദേശിക്കല്ലേ. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ടോണിയുടെ സ്വരം അങ്ങ് പരുഷമായി. ഞങ്ങള് വേറെ എന്തു പറയാനാണ്? എന്തായാലും നിങ്ങൾ എന്നെ നന്നാക്കാൻ വേണ്ടിയല്ലല്ലോ ഇവിടം വരെ വന്നത്. വന്ന കാര്യം തടസ്സമൊന്നുമില്ലാതെ നടന്നോളൂ. അല്ലെങ്കിലും വിവാഹമോചനം നടത്തിയ പെണ്ണിന് മാർക്കറ്റിൽ വില അല്പം കുറവാ. അതിനേക്കാൾ മാർക്കറ്റ് വിധവയ്ക്കാണെന്ന് അവളോട് പറഞ്ഞേര്. മാമച്ചൻ വല്ലാതെയായി. അയാൾ കസേരയിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ്, ഇനി ഒന്നും പറയാനില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ? ആയിക്കോട്ടെ. അലീന പോകാൻ നേരവും ടോണിയെ ഒന്ന് നോക്കി. വന്നു കയറിയപ്പോഴത്തെ ഭാവമല്ല, വിഷാദഗ്രസ്തനാണിപ്പോൾ. അലീനയാണ് ഏറ്റവും ഒടുവിൽ മുറിവിട്ടിറങ്ങിയത്. അവൾക്ക് പിന്നിൽ വാതിലടഞ്ഞു. അടുത്തതായി കാണുന്നത് കുളത്തുപുഴയിലെ ബംഗ്ലാവിലെ ദൃശ്യങ്ങളാണ്. ഷെറിന്റെ മടിയിലിരുന്നു കൊണ്ട് ചിന്നുമോൾ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട്. ആരുടെ കാര്യമാണ് ഇവരെല്ലാം കൂടി ഇത്ര ഗൗരവമായി ചർച്ച ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ടോണി എന്ന പേര് ഇടയ്ക്കിടയ്ക്ക് അവൾ കേൾക്കുന്നുണ്ട്. ചിന്നുമോൾ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി. മമ്മി വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി.
ചിന്നുമോൾ തൊട്ടടുത്തിരുന്ന അലീനയെ ഒന്ന് തോണ്ടി. എന്നിട്ട് രഹസ്യ സ്വഭാവം സൂചിപ്പിക്കുന്ന ആംഗ്യ വിക്ഷേപത്തോടുകൂടി സ്വരമടക്കി ചോദിക്കുകയാണ്, ആരാ അലീന ആൻറ്റി? ടോണി? അത് മോളെ, അതൊരു അങ്കിളാണ്. അലീന ചിന്നുമോളുടെ ചെവിയിൽ സ്വകാര്യം പറയുന്നത് പോലെയാണത് പറഞ്ഞത്. അങ്കിള് മമ്മിയുടെ ആരാ? കുഞ്ഞിനോട് എന്തു മറുപടി പറയണമെന്നറിയാതെ അലീന മൗനമായിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പറയാം മോളെ, ഇത്തിരി കഴിയട്ടെ. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും എറണാകുളത്തേക്ക് നാളെ തിരികെ പോവുകയാണ്. ഇന്ന് പോകേണ്ടതായിരുന്നു. ഇടയ്ക്ക് മൂവാറ്റുപുഴയ്ക്ക് പോകേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് യാത്ര നാളത്തേക്ക് നീട്ടിവെച്ചത്. എല്ലാ സംസാരങ്ങളും കേട്ടുകൊണ്ട് അത്രയും സമയം മൗനമായിരുന്ന ഷെറിൻ വളരെ വിഷാദമൂകമായി യാചനാസ്വരത്തിൽ ഔതക്കുട്ടിച്ചായന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഞാൻ അവിടെ വരെ ഒന്ന് പോയാലോ അപ്പച്ച? എവിടെ? ടോണിയുടെ വീട്ടിലേക്കോ? അല്ല, ഹോസ്പിറ്റലിലേക്ക്. ഹ, നീ ചെന്ന് ചോദിച്ചാൽ അവൻ ബന്ധം പിരിഞ്ഞു തരാൻ സമ്മതിക്കുമോ? അതിനുവേണ്ടി അല്ല, എനിക്ക് ബന്ധം പിരിയേം വേണ്ട, വേറെ കല്യാണവും എനിക്ക് വേണ്ട. എനിക്ക് ടോണിച്ചാനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. നീ എന്തിനാ അവനെ കാണുന്നത്? അവൻ നിന്നെ ഉപേക്ഷിച്ചതല്ലേ? ഞാൻ കാരണമല്ലേ അപ്പച്ച ടോണിച്ചായൻ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത്? എനിക്കൊന്ന് കാണണം, എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? അപ്പോഴേക്കും ഔതക്കുട്ടിച്ചായന് ദേഷ്യം വന്നു. അദ്ദേഹം പറയുകയാണ്, നിന്നെ കല്ലേ വെച്ച് അരയ്ക്കാനുള്ള ദേഷ്യം കാണും അവർക്കെല്ലാം. ഇനി നീ അങ്ങോട്ട് ചെന്ന് അവരുടെ വായിലിരിക്കുന്നത് കൂടെ കേൾക്കണോ? ഉടനെ അലീന പറയുകയാണ്, റാണിയാൻറ്റി അവിടം വരെ ഒന്ന് പോകുന്നത് നല്ലതാവില്ലേ പച്ച? മാമച്ചനും ഗ്രേസമ്മയും അതിനെ അനുകൂലിച്ചു. എന്നിട്ട് ഗ്രേസമ്മ പറയുകയാണ്, പോകുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് കാണുന്നതാണ് നല്ലത്. അപ്പോൾ മാമച്ചൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ പോകണം. ടോണി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുൻപ് അവിടെ എത്തണം. ഔതക്കുട്ടിച്ചായൻ മിണ്ടാതിരിക്കുകയാണ്. രാത്രി രേവതിക്കുട്ടിയും ഷെറിനും അലീനയുടെ മുറിയിലാണ് കിടന്നത്. അവിടെ മറ്റൊരു ചെറിയ കട്ടിൽ കൂടി പിടിച്ചിട്ട് അതിൽ ഷെറിനെയും ചിന്നുമോളെയും കിടത്തി. ചിന്നുമോൾ എഴുന്നേറ്റ് അലീനയും രേവതിക്കുട്ടിയും കിടന്നതിന്റെ നടുവിൽ വന്ന് കിടന്നു. ഷെറിൻ അവളുടെ കിടക്കയിൽ ചിന്താധീനയായിരിക്കുന്നത് കണ്ടിട്ട് അലീന ചോദിക്കുകയാണ്, റാണിയാൻറ്റിക്ക് എന്തുപറ്റി? വൈകുന്നേരം മുതൽ വല്ലാത്ത വിഷമവും സങ്കടവും ഒക്കെ ആണല്ലോ. ഏയ്, ഒന്നുമില്ല. ടോണിച്ചാന്റെ കാര്യം ഓർത്തിട്ടാണോ? ഷെറിൻ ഒന്നും മിണ്ടിയില്ല. അലീന എഴുന്നേറ്റ് അവളുടെ അരികെ ചെന്നിരുന്നു. എന്താ വിഷമമെന്ന് എന്നോട് പറഞ്ഞൂടെ? ടോണിച്ചാന്റെ ജീവിതം ഇങ്ങനെയായി തീർന്നല്ലോ മോളെ. ഞാനല്ലേ അതിന് കാരണക്കാരി. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാം മറന്നിപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കുമെന്നാ. അല്ല റാണി ആൻറ്റി പറഞ്ഞാൽ ടോണിച്ചാൻ കേൾക്കുവോ? എന്നോടിപ്പോൾ ഭയങ്കര ദേഷ്യല്ലേ? മുമ്പ് ഞങ്ങൾ ഒന്നിച്ചായിരുന്നപ്പം എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ടോണിച്ചാൻ ചെയ്യത്തില്ലായിരുന്നു. റാണി ആൻറ്റിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു. ഞാൻ വലിയൊരു തെറ്റ് ചെയ്തവളല്ലേ, അത് മറച്ചു വെച്ചോണ്ടല്ലേ കല്യാണം നടത്തിയത്. ഒരാളെ മനസ്സറിഞ്ഞുകൊണ്ട് ചതിക്കുകയാണല്ലോ എന്നുള്ള വേദന ഒരു വശത്ത്, അത് എന്നെങ്കിലും കണ്ടുപിടിക്കപ്പെടുമോ എന്നുള്ള ഭയം മറുവശത്ത്. ലോകത്തിനി ഒരിക്കലും ഒരു പുരുഷനെയും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചിരുന്നവളാ ഞാൻ. പക്ഷേ ഒരാള് നമ്മളെ ജീവന്റെ ജീവനായി കരുതി സ്നേഹിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് തിരിച്ചു സ്നേഹിക്കാതിരിക്കുന്നത്? അപ്പോൾ വീണ്ടും അലീന പറയുകയാണ്, കുവൈറ്റിലായിരുന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷിച്ചാ ജീവിച്ചതെന്ന് ടോണിച്ചാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മുമ്പൊരിക്കൽ ടോണിച്ചാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ. ആ, കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എന്നെ അങ്ങ് കൊണ്ടുപോയല്ലോ. എനിക്കാണെങ്കിൽ ടോണിച്ചാൻ്റെ കൂടെ പോകാൻ മടിയായിരുന്നു. ഒന്നാമത് എൻ്റെ മോളെ വിട്ട് കാണാമറയത്തേക്ക് പോകുന്നതിലുള്ള വിഷമം. രണ്ടാമത് ടോണിച്ചായൻ കള്ളത്തരമെല്ലാം മനസ്സിലാക്കിയിട്ട് അന്യനാട്ടിൽ വെച്ച് എന്നെ കൊന്നുകളയുകയോ മറ്റോ ചെയ്ത ആരറിയാനാ എന്നുള്ള പേടി. പക്ഷെ ടോണിച്ചായൻ എന്നെ കൈവെള്ളയിലാണ് കൊണ്ടു നടന്നത്. ഒരവധി ദിവസം കിട്ടിയാൽ പാർക്ക്, ബീച്ച് അല്ലെങ്കിൽ ഷോപ്പിംഗ്, ആ ദിവസം മുഴുവനും പുറത്തായിരിക്കും. 2-3 ദിവസം അടുപ്പിച്ച് കിട്ടിയാൽ പിന്നെ എവിടെയെങ്കിലും ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോകും. എന്നോട് ടോണിച്ചാൻ അപ്പോൾ പറഞ്ഞിരുന്നത്, നീ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എത്ര വീടുകളിൽ കയറിയിറങ്ങി നടന്നുവെന്നാണ്. എന്നെ കാണുന്നതിന് മുമ്പ് കുറേ പെണ്ണുകാണൽ നടത്തിയിട്ടുണ്ടത്രേ. ഓരോ പെണ്ണിനെ കാണുമ്പോഴും മനസ്സ് പറയും, ഇതല്ല, ഇവളല്ല. അങ്ങനെ അലഞ്ഞലഞ്ഞ് ഒടുവിൽ പുനലൂരെ തറവാട്ടിൽ വന്ന് കയറിയപ്പോൾ ദാ നിൽക്കുന്നു പൗർണമി ഉദിച്ചതുപോലെ. പിന്നെ ഒരു സംശയവുമില്ലായിരുന്നു, ഇത് തന്നെ എൻ്റെ പെണ്ണ്. ടോണിച്ചായൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. ഈ ആളിനെയാണല്ലോ ഞാൻ ചതിച്ചത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ എന്തോരം കരഞ്ഞിട്ടുണ്ടെന്നറിയുമോ? ആ സങ്കടം ഒരു വശത്ത്. ടോണിച്ചാൻ എനിക്കൊരു കുറവും വരുത്തിയിട്ടില്ല. ഞാൻ നല്ല ഭക്ഷണം കഴിച്ച് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഒരു രാജകുമാരിയെ പോലെ സുഖിച്ച് സന്തോഷിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ മോൾ എവിടെയാ? ഒരനാഥാലയത്തിൽ. അവൾക്കിന്ന് വിശപ്പടക്കുവാൻ ഇത്തിരി കഞ്ഞി കിട്ടിക്കാണുമോ? അവളിട്ടിരിക്കുന്ന ഉടുപ്പ് കീറി തുന്നിയതാണോ? രാത്രിയിൽ കിടക്കുമ്പോൾ അവളെ വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കുവാൻ ഒരു കൈയില്ലാതെ, തണുപ്പകറ്റാൻ ഒരു പുതപ്പില്ലാതെ അവൾ തണുത്തു വിറയ്ക്കുന്നുണ്ടോ? അതൊക്കെ ഓർക്കുമ്പോൾ ചങ്കുപൊട്ടും. അങ്ങനെ കാത്തിരുന്ന് നാട്ടിലെത്തിയപ്പോഴാ അവൾ ഓർഫനേജിൽ ഇല്ലെന്ന് ഞാൻ അറിയുന്നത്. ഞാനതെങ്ങനെ സഹിക്കും? ജീവച്ചവം പോലെയാണ് ഞാൻ ടോണിച്ചാൻ്റെ കൂടെ കുവൈറ്റിലേക്ക് തിരിച്ചു പോയത്. മോളെ ഓർത്തിട്ട് എനിക്ക് ആധി പെരുകി. അവൾ ജീവനോടെ ഉണ്ടോ അതോ എല്ലാവരും കൂടി കൊന്നുകളഞ്ഞോ? ഊണില്ല, ഉറക്കമില്ല, സന്തോഷമില്ല. അങ്ങനെയാ ടോണിച്ചായന് സംശയമായി തുടങ്ങിയത്. ഗദ്ഗതം കൊണ്ട് ഷെറിന് വാക്കുകൾ മുഴുമിപ്പിക്കുവാൻ കഴിഞ്ഞില്ല.
അവൾ പുതപ്പെടുത്ത് നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളും മുഖവും തുടച്ചു. പുതപ്പ് കവളത്തമർത്തി പിടിച്ചുകൊണ്ട് അല്പനേരം കുനിഞ്ഞിരുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ടോണിച്ചായൻ എന്നെ ഉപേക്ഷിച്ചെങ്കിൽ അത് എൻ്റെ കുറ്റം കൊണ്ടല്ലേ? എന്നെ കൊന്നു കളഞ്ഞില്ലല്ലോ. എൻ്റെ മോളെ തിരിച്ചു കിട്ടിയ ശേഷം ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ടോണിച്ചായന് നല്ലൊരു ജീവിതം കിട്ടണമെന്ന്. എന്നിട്ടിപ്പോൾ സാരമില്ല റാണി ആൻറ്റി, ആ പ്രാർത്ഥനയുണ്ടല്ലോ, അത് മതി, എല്ലാം നന്നായിട്ട് വരും. അലീനയുടെ ആശ്വാസ വാക്കുകൾക്ക് മുമ്പിൽ ഷെറിൻ മൗനമായിരുന്നു. തുടർന്ന് വീണ്ടും കാണുന്നത് കോലഞ്ചേരിയിലെ ആശുപത്രി തന്നെയാണ്. ദീനാമ്മ ആൽവിനെയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് പോകുവാൻ ഭാവിക്കുകയായിരുന്നു. ടോണിക്ക് കഴിക്കുവാനുള്ള ഊണ് കൊണ്ടുവന്ന് മൂടി വെച്ചു. എന്നിട്ട് ദീനാമ്മ ചോദിക്കുകയാണ്, ഞാൻ എടുത്തു തരണോ? വേണ്ട, നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. ഈ സമയത്ത് വാതിലിൽ ചെറുതായി തട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് ആൽവിൻ ചെന്ന് വാതിൽ തുറന്നു. മുൻപിൽ സുന്ദരിയായൊരു യുവതി. ആളെ മനസ്സിലാക്കുവാൻ ഒരു നിമിഷമെടുത്തു. ടോണിച്ചായൻ്റെ ഭാര്യ. അവൻ ആശ്ചര്യസ്തബ്ധനായി നിന്നുപോയി. ഈ സമയത്ത് ദീനാമ്മ ബെഡിനരികിൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിക്കുകയാണ്, ആരാ ആൽവിനെ അത്? ആൽവിൻ വാതിലിൻ്റെ മുൻപിൽ നിന്ന് മാറി. വാതിൽ കടന്നു വന്ന യുവതിയെ കണ്ട് ദീനാമ്മ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. ഷെറിനെ കണ്ടതും ടോണിയുടെ മുഖം മുറുകി. കണ്ണുകളിൽ അവിശ്വസനീയതയുടെ കൂമ്പ് പൊട്ടി. ആദ്യത്തെ ആ അമ്പരപ്പ് മാറിയപ്പോൾ ദീനാമ്മ രോഷാകുലയായി ചോദിക്കുകയാണ്, നീ എന്നാത്തിന് വന്നതാടി ഇങ്ങോട്ട്? ഷെറിൻ വല്ലാതെയായിപ്പോയി. ആരെ കാണാനാടി നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അതാ നിന്നോട് ചോദിച്ചത്. ഞാൻ ടോണിച്ചായനെ. ടോണിച്ചായനെ അവൻ്റെ ജീവിതം നീ നശിപ്പിച്ചില്ലടി വഞ്ചകി. എന്നിട്ടിപ്പം കാണാത്ത കുറവേ ഉള്ളൂ. ദേ കിടക്കുന്നു, കണ്ട് സന്തോഷിക്ക്. ഉടനെ ടോണി വിളിക്കുകയാണ്, മമ്മി പോയി ചോറുണ്ടിട്ട് വാ, ചെല്ല്. ഇല്ല, ഇവൾ എന്തിനാ ഇപ്പോഴിങ്ങോട്ട് വന്നത് എന്നെനിക്ക് അറിയണം. അറിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. അത് ഞാൻ ചോദിച്ചോളാം, മമ്മി പോ. കടുത്ത അവജ്ഞയോടെ ഷെറിനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് ദീനാമ്മ മുറിവിട്ടിറങ്ങി. കൂട്ടത്തിൽ ആൽവിനും. ടോണി ഇടത് കൈമുട്ടൂന്നി കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ഷെറിനെ ആപാത ചൂടമൊന്ന് നോക്കി. താൻ മോഹിച്ച് കല്യാണം കഴിച്ച പെണ്ണ്, സ്വർണ്ണഹാരം പോലെ ജീവിതത്തിൽ അണിഞ്ഞു നടന്ന പെണ്ണ്, സ്നേഹിച്ച് വിശ്വസിച്ച പെണ്ണ്. ഇപ്പോൾ തൻ്റെ ജീവിതം ഏത് പാതാളത്തിൻ്റെ അടിത്തട്ടിലാണോ തകർന്നു കിടക്കുന്നത്, അതിന് കാരണക്കാരി ഇവളാണ്. ഷെറിനും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവന് വളരെ മാറ്റമുണ്ട് എന്നവൾ കണ്ടു. ക്ഷീണിച്ചിരിക്കുന്നു. വെളുത്ത് സുന്ദരനായിരുന്നവൻ്റെ മുഖത്ത് രക്തമയമില്ലാത്തതുപോലെ ഒരു കാളിമ. ചീർത്ത കൺതടങ്ങൾ, കലങ്ങിയ കണ്ണുകൾ, ഓജസ്സും കരുത്തും ചോരയും എല്ലാം വാർന്നു പോയതുപോലെയുള്ളൊരു രൂപം. ഒരപരിചിതയോടെന്ന പോലെ ടോണി ചോദിക്കുക, എന്തിനാ വന്നത്? അപ്പോഴേക്കും ഷെറിൻ്റെ കണ്ടമിടറി. അവൾ പറയുകയാണ്, ടോണിച്ചായനെ ഒന്ന് കാണാൻ. നീ എന്തിനാ എന്നെ കാണുന്നത്? ഞാൻ നിന്റെ ആരാ? ആരുമല്ലല്ലോ. ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതല്ലേ. അപ്പോഴേക്കും ഷെറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് കരച്ചിൽ വന്നു. നിനക്ക് ഡിവോഴ്സ് വേണോ അല്ലേ? അതിന് കള്ളക്കരച്ചിലൊന്നും കരയണ്ട. ഇന്നലെ നിന്റെ സ്വന്തക്കാരോടെ വന്നിരുന്നല്ലോ. അവരോട് ഞാൻ പറഞ്ഞിരുന്നു എന്നെക്കൊണ്ട് ഒരു തടസ്സവും ഉണ്ടാവില്ലെന്ന്. ടോണി പറഞ്ഞാൽ പറഞ്ഞതടി, ആരെയും പറ്റിക്കില്ല. ചതിയും വഞ്ചനയും നടത്തിയിട്ടല്ല ഇന്നേ വരെ ജീവിച്ചത്. നീ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചു. ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞാൽ മതി. ധൈര്യമായിട്ട് പറഞ്ഞു, അത് കൃത്യമായിരിക്കും. എനിക്ക് ഡിവോഴ്സ് ഒന്നും വേണ്ട ടോണിച്ചായ. ഞാൻ അതിനൊന്നും അല്ല വന്നത്, ഒന്ന് കാണാൻ വേണ്ടിയാണ്. അപ്പോഴേക്കും ഷെറിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ കണങ്ങൾ വീണുടയുവാൻ തുടങ്ങി. അത് കണ്ടിട്ട് വീണ്ടും ടോണി പറയുകയാണ്, കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ ടോണി. ടോണിച്ചായ വേണ്ട, ഇനി നീ നിൽക്കണ്ട, പൊയ്ക്കോ. ടോണി പെട്ടെന്ന് മുഖം തിരിച്ചു. ഷെറിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ കാലുകളിലേക്ക് മുട്ടുകുത്തി വീണു. എന്നോട് പൊറുക്കണേ ടോണിച്ചായ, എനിക്കൊന്നും വേണ്ട. ടോണിച്ചായൻ ജീവനോടെ ഉണ്ടെന്ന് കേട്ടാൽ മാത്രം മതി. ഇനി കുടിക്കല്ലേ ടോണിച്ചായ. അവൻ്റെ കാൽമുട്ടുകളിലേക്ക് കണ്ണുനീർ വാർന്നു വീണുകൊണ്ടായിരുന്നു. അവളുടെ മുഖം തള്ളി നീക്കണമെന്നും കാൽമുട്ടുകൾ കിടക്കയിലേക്ക് എടുത്തു വെക്കണമെന്നും ടോണി വിചാരിച്ചുവെങ്കിലും അവനതിന് മനസ്സ് വന്നില്ല. അവന് വല്ലായ്മ തോന്നി. തന്നോട് തന്നെ ഒരുതരം അവജ്ഞ, കുറച്ചിൽ. ഷെറിനെ ഏങ്ങലടിച്ചുകൊണ്ട് അവൻ്റെ കാൽമുട്ടുകളിൽ നിന്ന് മുഖമുയർത്തി. അവൾ വീണ്ടും പറയുകയാണ്, ഞാൻ സമ്മതിക്കത്തില്ല ടോണിച്ചായ. ടോണിക്ക് ചിരി വന്നു. നിന്റെ സമ്മതം ആര് ചോദിച്ചു? ആർക്ക് വേണം അത്? ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് വിതുമ്പി കരയുകയാണ്. അപ്പോൾ ടോണി ശാസനാസ്വരത്തിൽ പറയുകയാണ്, നീ എഴുന്നേറ്റ് നിൽക്ക്, വെറുതെ ആൾക്കാർ കാണണ്ട. ഷെറിൻ എഴുന്നേറ്റ് നിന്നു. കണ്ണും മുഖവും തൂവാല കൊണ്ട് തുടച്ചു. ടോണി 2-3 തവണ ദീർഘനിശ്വാസമെടുത്ത് ഷെറിൻ്റെ നേർക്ക് പാളി നോക്കി. താനും ഇവളും കൂടി 1.5 വർഷം ജീവിച്ച ജീവിതം, അതിൻ്റെ ചില നുറുങ്ങുകൾ അവൻ്റെ സ്മരണയിലേക്ക് ഓടിയെത്തി. കുവൈറ്റിലെ അപ്പാർട്ട്മെൻറ്റ്, തെരുവുകൾ, ഷോപ്പിംഗ് മാളുകൾ, ബീച്ചുകൾ, ഇന്ത്യനും ചൈനീസും റെസ്റ്റോറൻറ്റുകളെല്ലായിടത്തും തൻ്റെ കൈ പിടിച്ചുകൊണ്ട് കൂടെ നടന്ന പെണ്ണ്, അവളുടെ മണം, അവളുടെ ചിരിയിലെ അഴക്, തന്നെ കൂടുതൽ സ്നേഹിക്കുവാനും സന്തോഷിപ്പിക്കുവാനുമുള്ള അവളുടെ വെമ്പലും വ്യഗ്രതയും. പുലർച്ചെ കിടക്ക വിട്ട് എഴുന്നേൽക്കുമ്പോൾ തൻ്റെ മുഖത്തിലോ കഴുത്തിലോ നെഞ്ചത്തോ വിട്ടുപോകാതെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു നീണ്ട മുടിയിഴ, അവൾ വെച്ചു വിളമ്പിത്തരുന്ന രുചിയുള്ള ഭക്ഷണം. അതിൻ്റെ എല്ലാം അടിയിൽ അവൻ ഭീമാകാരമായ ഒരു കാഴ്ച കൂടി കണ്ടു.
മുടി അഴിച്ചിട്ട് കൈയും നീട്ടി ചൂണ്ടുവിരൽ കണ്ണിൽ കുത്തി കലിപൂണ്ട് അവൾ ചീറുകയാണ്. എന്റെ കുഞ്ഞെവിടെ? കൊന്നില്ലേ? ടോണി പതിയെ മുഖം തിരിച്ച് ഷെറിനെ നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് നിന്റെ കുഞ്ഞിനെ കിട്ടിയെന്നറിഞ്ഞു? ഷെറിൻ മുഖം താഴ്ത്തി. എവിടെ? കൊണ്ടുവന്നിട്ടുണ്ടോ അവളെ? ഷെറിൻ ശിരസനക്കി. എന്നിട്ട് എവിടെ? ഞാനൊന്ന് കാണട്ടെ. വേണ്ട, ടോണിച്ചാൻ വിഷമാവും. എനിക്കിനി എന്തു വിഷമം? ഇപ്പോൾ കണ്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റിയില്ലെങ്കിലോ? ഷെറിൻ സംശയിച്ചു നിൽക്കുകയാണ്. എനിക്ക് ഒരു വിഷമവും തോന്നില്ല. വിഷമം തോന്നാൻ നീ ഇപ്പം എൻ്റെ ആരും അല്ലല്ലോ. മനുഷ്യരോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ ഞാൻ ഉപേക്ഷിച്ചു. ദൈവത്തോട് മാത്രമേ ഉള്ളൂ അല്പം വൈരാഗ്യം. വിളിച്ചോണ്ട് വാ. മെല്ലെ ഷെറിൻ മുറി വിട്ടിറങ്ങി. ടോണി വാതിക്കലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചാരിക്കിടക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കൊഞ്ചൽ കലർന്ന ശബ്ദം വാതിലിനപ്പുറത്ത് അവൻ കേട്ടു. ഫ്രോക്ക് അണിഞ്ഞൊരു ബാലിക വാതിൽ കടന്നു വരുന്നു. തൊട്ടു പിന്നിൽ ഷെറിൻ. കുട്ടി തന്നെ കണ്ടു കഴിഞ്ഞു. അവൾ തിരിഞ്ഞ് ഷെറിനോട് പതുക്കെ ചോദിക്കുകയാണ്, അതാണോ മമ്മി? മമ്മിയുടെ ടോണി അങ്കിള്? ഷെറിൻ തലയാട്ടുന്നു. അവർ കിടക്കയ്ക്കരികിലെത്തി. കുട്ടി ടോണിയെ നോക്കിയൊന്ന് ചിരിച്ചു. വായിൽ കിടക്കുന്ന മിഠായി ഒരണയിലേക്ക് കൊള്ളിച്ചിട്ട് അവൾ മടിച്ചു മടിച്ചു പറയുകയാണ്, ഗുഡ് മോർണിംഗ് അങ്കിൾ. ടോണി അങ്കിൾ ആണോ ഇത്? മുഖത്തെ ഗൗരവം വിടാതെ ടോണി അപ്പോൾ പറയുകയാണ്, ഗുഡ് മോർണിംഗ് കഴിഞ്ഞു പോയല്ലോ. ഇത് ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ? അയ്യോ. അവൾ താടിക്ക് കൈ കൊടുത്തിട്ട് ഷെറിനെ ഒന്ന് നോക്കി. നേരാണോ മമ്മി? ഉച്ച കഴിഞ്ഞോ? നമ്മൾ ചോറുണ്ടില്ലല്ലോ. ടോണിയുടെ മുഖത്തായിരുന്നു ഷെറിൻ്റെ നോട്ടം. അപ്പോൾ ടോണി, ശരി, ഗുഡ് മോർണിംഗ്. മോളുടെ പേരെന്താണ്? ചിന്നുമോൾ. ചിന്നുമോൾ എനിക്കെന്താ ഒന്നും കൊണ്ടുവരാഞ്ഞത്? ആശുപത്രിയിൽ കിടക്കുന്നവരെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? അപ്പോഴും അവൾ താടിക്ക് കൈവച്ച് ഷെറിനെ നോക്കി. പെട്ടെന്നൊരു ഐഡിയ കിട്ടിയതുപോലെ ഇടത് കൈയിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന മിഠായി അവൾ ടോണിയുടെ നേർക്ക് നീട്ടി. ഏയ്, ഞാൻ വെറുതെ ചോദിച്ചതാ, ചിന്നുമോളെ ഒന്ന് കളിപ്പിക്കാൻ. എന്നാ അങ്കിളെ, വാങ്ങിച്ചോ. കുട്ടി അങ്കിളെ എന്ന് വിളിക്കുമ്പോഴെല്ലാം ടോണിയുടെ ഹൃദയത്തിൽ പേരറിയാത്തൊരു വേദന കിടന്ന് പിടഞ്ഞു. ടോണി അവളുടെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങി. തുടർന്ന് ചിന്നുമോൾക്ക് അയാൾ താങ്ക് യു പറഞ്ഞു. എന്നിട്ട് ഷെറിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ മോളൊരു സുന്ദരിക്കുട്ടിയാണല്ലോ. നിനക്കിപ്പോൾ സന്തോഷമായി അല്ലേ? ടോണിച്ചായ, അവൾ സങ്കടത്തോടെ വിളിച്ചു. എന്നെ നോക്കണ്ട, എൻ്റെ ജീവിതം തീർന്നു. വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. വേറെ കല്യാണം കഴിക്കണമെന്നും നഷ്ടപ്പെട്ടതിനേക്കാൾ വലുത് നേടണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. നീന്തലറിയാത്തവർ വെള്ളത്തിൽ വീണാൽ എന്തു ചെയ്യാനാ? മുങ്ങിപ്പോവും. സാരമില്ല, പൊയ്ക്കോ. എന്നെ വന്ന് കാണാൻ തോന്നിയല്ലോ, താങ്ക്സ്. ഷെറിൻ നിശബ്ദമായ കരച്ചിലോടെ അവിടെ തന്നെ നിന്നു.